കുറച്ച് മുമ്പേ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലൊക്കെ വൈറലായിട്ട് ഓടിക്കൊണ്ടിരുന്ന നമ്മുടെ ബ്രെഡ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ഞാൻ ഇപ്പോഴാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3-4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 2 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ചിക്കൻ, എല്ലില്ലാത്ത ചിക്കൻ, കുറച്ച് ചെറിയ പീസിനൊക്കെ എല്ലുണ്ട്, അതൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞു പിന്നീട്. അപ്പോൾ അതും 2 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ആദ്യം നമുക്ക് നമ്മുടെ ഇഡ്ഡലി ചെമ്പിൽ ആവി കയറ്റിയിട്ടെടുക്കാം. ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ ഇഡ്ഡലി ചെമ്പ് വെച്ച് കൊടുത്തിട്ട് മൂടി കൊടുത്തിട്ടുണ്ട്. അധികം നേരത്തെ ആവശ്യങ്ങളൊന്നുമില്ല, ഒരു 5 മിനിറ്റ് മതി ഇത് വേകാൻ വേണ്ടിയിട്ടാണ്. 5 മിനിറ്റിന് ശേഷം ഇത് ഞാൻ തുറന്നപ്പോൾ അടിപൊളിയായി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ചിക്കൻ വെന്തിട്ടുണ്ട്, അതേപോലെ എഗ്ഗ് നല്ല സെറ്റായിട്ടുണ്ട്, എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് 2 മുട്ട നമുക്കിതിൽ വേവിച്ചത് ഇട്ട് കൊടുക്കാം. അതേപോലെ നമ്മുടെ വെളുത്തുള്ളിയും വറ്റൽമുളകും ഇത്തിരി ഉപ്പും ഇട്ട് കൊടുത്തിട്ട് അതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഞാൻ ഇത്തിരി ചെറുനാരങ്ങയുടെ നീര് കുറച്ച് ഒന്ന് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. വാവ്, നമുക്കിത് റെഡി ആയി നോക്കാം. നീ തട്ടിയത്ത് ഇനി നമുക്ക് നോക്കാം റെഡി ആയോ. മുളക് അതേപോലെ കിടക്കുന്നു ഗൈസ്. മുളകിനെ കട്ട് ചെയ്തിടാം. അപ്പോൾ ഇത്തിരി നേരത്തെ പരിശ്രമത്തിനൊടുവിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഒഴിച്ചു കൊടുത്തപ്പോഴാണ് സെറ്റായി വന്നത്. അപ്പോൾ ഓയിൽ കുറച്ചുകൊണ്ട് ഒഴിച്ചു കൊടുക്കാൻ, പക്ഷെ ഞാൻ ഓയിലൊന്നും അധികം യൂസ് ചെയ്യാത്ത തരത്തിലാണ് ഞാനിത് ഉണ്ടാക്കാറ് ഇപ്പോഴും. അപ്പോൾ മയോണൈസ് ഇട്ടാൽ പിന്നത്തെ ഈ സാധനം ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ എന്താ ചിക്കൻ എല്ലൊക്കെ ഇത്തിരി എല്ല് കഷ്ണം ഉണ്ടായിരുന്നു, അതൊക്കെ നീക്കി അതൊക്കെ പൊടിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ സവോള, തക്കാളി, ക്യാരറ്റ്, പിന്നെ മയോണൈസ് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്കൊരു ബ്രെഡ് എടുക്കാം. ബ്രെഡിൻ്റെ മുകളിൽ ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ എനിക്ക് കുറച്ചുണ്ടാകും കേട്ടോ, അതുകൊണ്ട് ഒരെണ്ണത്തേക്ക് മാത്രം ഉണ്ടാകും. അപ്പോൾ ഞങ്ങൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് നമ്മുടെ ഈ ബാറ്ററല്ല ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കഴിക്കാം. എനിക്കത്ര ഇഷ്ടമായില്ല. ചേച്ചി നല്ല രസമുണ്ട്, അടിപൊളിയാന്ന് പറഞ്ഞ കാരണം ഞാൻ ഉണ്ടാക്കി നോക്കിയത്, പക്ഷേ എനിക്ക് ഇഷ്ടമായില്ല കേട്ടോ അധികം. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, സീ യു.